നിങ്ങൾ എന്ത് കണ്ടുപിടുത്തം എന്ത് സാധനം ചിന്തിച്ചോ ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് പറ്റുമോ? ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങൾ മാറ്റിയോലെ എന്തെങ്കിലും ഒരു എനർജി ഉണ്ടെങ്കിൽ ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ മനസ്സെന്ന് പറയുന്ന ഒരു സോളാർ പാനൽ പോലെയാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും അത്രയ്ക്കും വലുതാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അതിന് കിട്ടുന്ന സപ്പോർട്ടും ഷെയറും ലൈക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സഹായിക്കുക. ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് എ ക്ലാസ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ HTLT പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട, അതിൻ്റെ പാനൽ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ നോളജും പുതിയൊരു പ്രൊജക്റ്റ് കമ്മീഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഓണം, ഈ വർഷത്തെ ഓണം നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ മനസ്സും ഇലക്ട്രിസിറ്റിയുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്, ഒരു താരതമ്യമുണ്ട്. അതായത് നമ്മുടെ മനസ്സ് ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ മനസ്സും വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ഇലക്ട്രിഫിക്കേഷൻ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കണം. അപ്പം അതിൻ്റെ ഒരു ഗോള് അതെവിടെ എത്തിച്ചേരണം നമുക്കറിയാം. അതിനൊരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ ആ ട്രാൻസ്ഫോമർ ഏതാണെന്നുള്ള ഫിക്സ് ചെയ്യും. അതുപോലെ എങ്ങോട്ടൊക്കെ സർക്യൂട്ട് പോകണം, എത്രയൊക്കെ ഔട്ട് ഗോയിങ്സ് പാനലിൽ കൊടുക്കണം, കേബിൾ ഏതാണ് എടുക്കേണ്ടത്, ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് വരെ നമ്മുടെ മനസ്സിൽ നമ്മൾ കാണും. അതനുസരിച്ചിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇലക്ട്രിക്കൽ പോലെ എല്ലാ പ്രൊജക്റ്റിലും സിമിലാരിറ്റി ഉണ്ട്. ഇലക്ട്രിക്കൽ അത് മനസ്സുമായിട്ട് കുറച്ചുകൂടി റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ മനസ്സും അതുപോലെയാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ് നമുക്ക് എങ്ങോട്ട് പോകണം എന്ന് നമ്മൾ തീരുമാനിക്കുവാണെങ്കിൽ, ഈ അടുത്ത വർഷം എനിക്ക് എന്തൊക്കെ നേടണം, ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്നൊരു ഒരു ഐഡിയ മനസ്സിലേക്ക് കൊണ്ടുവരാമെങ്കിൽ അതനുസരിച്ച് മനസ്സും പ്രവർത്തിക്കും. അപ്പം നമ്മുടെ മനസ്സിൻ്റെ എനർജി ഇലക്ട്രിക്കൽ എനർജി തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രോ മൈൻഡ്സ് റൈഡർ എന്നുള്ളൊരു കൺസെപ്റ്റ്, ഒരാശയം രൂപീകരിച്ചെടുത്തു. നമ്മുടെ പ്രശസ്ത സിനിമാ താരം ബിബിൻ ജോർജാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ ഒരു ഓണാഘോഷത്തിൽ, ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അത് പബ്ലിഷ് ചെയ്യുകയാണ്. എല്ലാവരും അതൊന്ന് കണ്ടിട്ട് ഇലക്ട്രിസിറ്റിയും മനസ്സും തമ്മിൽ നമ്മുടെ ജീവിതമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും ഓണാശംസകൾ. കാന്തത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒരു കാന്തം എങ്ങനെ ഉണ്ടാകുന്നത്? ഒരു ഇരുമ്പിന് ചുറ്റും കോപ്പർ കമ്പികൾ ചുറ്റിയിട്ട് രണ്ടിടത്ത് സപ്ലൈ കൊടുക്കുവാണെങ്കിൽ, ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ ഇല്ലേ, ഈ സപ്ലൈ കൊടുക്കുവാണെങ്കിൽ കാന്തമാവും. ഓക്കെ, അപ്പൊ നിങ്ങളെ എന്താക്കണം, നിങ്ങൾ ഒരു ഇരുമ്പാണ്, അതിന് നിങ്ങളുടെ ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പർ കമ്പി ചുറ്റിട്ടൊന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് സപ്ലൈ മാത്രം കൊടുത്താൽ മതി, എന്തും ആകർഷിച്ചെടുക്കാനുള്ള ഒരു കാന്തമായിട്ട് നിങ്ങൾ മാറും. ആ കാന്തമായിട്ട് മാറണമെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ ഒരു ഇരുമ്പ് കമ്പിയിൽ കോപ്പർ ചുറ്റി കാന്തമാക്കി എല്ലാ സാധനം വെച്ചിട്ടുണ്ട്. ഇതിന്റെ പരിപാടി എന്നാന്ന് വെച്ചാൽ ആകർഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഡ്യൂട്ടി. ഇതിന്റെ സപ്ലൈ കൊടുത്തിട്ടില്ല, എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങളെല്ലാം ഭയങ്കര സംഭവമാണ് നിങ്ങൾ, പക്ഷെ നിങ്ങൾ ആകർഷിക്കുന്നില്ല, ഉപയോഗിക്കണില്ല, ആ സപ്ലൈ കൊടുക്കുന്നില്ല. ആ സപ്ലൈ കൊടുത്ത് നമ്മളിലേക്ക് വലിച്ചടുപ്പിക്കുന്ന സാധനമാണ് ആ കാന്തിക ഫോഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ. ഈ കാന്തിക ഫോഴ്സിലേക്ക് അടുപ്പിക്കുന്ന യൂണിവേഴ്സ് വഴിയാട്ടോ എത്തിക്കുന്നത്. ആ ഇലക്ട്രിക് ഫോഴ്സ് നമുക്ക് വരണമെങ്കിൽ, ആ കാന്തിക ശക്തി, ആ വൈബ്രേഷൻ നമ്മളിലേക്ക് ഇങ്ങനെ അടുക്കണമെങ്കിൽ ഇതിനെ പറ്റുള്ളൂ. ഇത് ലോക നിയമമാണ്. വീണ്ടും പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതല്ല. നല്ല കാര്യം ചിന്തിച്ചാൽ നല്ലത് വരും, മോശപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ചാൽ മോശം കാര്യങ്ങൾ നമ്മളിലേക്ക് വരും എന്നുള്ളത് ഏത് കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഏതാ വേണ്ട, അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ മനസ്സിനെ വലുതാക്കുക എന്നുള്ള നമ്മുടെ ഉദ്ദേശം. അതിനാണ് ഇലക്ട്രോ മൈൻഡ്സ് റൈഡർ. ഈ ഒരു ടോപ്പിക്കിലൂടെയാണ് നമ്മൾ മൈൻഡിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കാന്തിക ഫോഴ്സ്, ഇപ്പൊ എക്സാമ്പിൾ പറയാം, പുതിയ വീട് പണിതവർ എത്രയുണ്ട്? ഏതെങ്കിലും സമയത്ത് ഒരു വീട് പണിയുടെ ഇതില് പങ്കാളിയായിട്ടുള്ളവർ ഒന്ന് കൈവക്കാം. ഒരു വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ആക്ടിവിറ്റി ചെയ്തതെന്ന് കൈവക്കാം. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാ? സിവിൽ വർക്ക് അല്ലേ? സിവിൽ വർക്ക് കഴിഞ്ഞ അടുത്തേതാ? ഇലക്ട്രിസിറ്റി ആണ് അല്ലെ? മാറ്റമില്ല. ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ചൂട് കൂടുന്നു, AC നമുക്ക് എന്ത് ചെയ്യണം? AC ഇല്ലാതെ പറ്റാത്ത അവസ്ഥയായി. ഓക്സിജൻ കഴിഞ്ഞാൽ അടുത്തേതാ? കറണ്ട്, വെള്ളം. ഈ കാര്യത്തിലേക്ക് മാറി. ലോകത്തിലെ മാറ്റിമറിച്ച കണ്ടുപിടുത്തമാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ 1700-കളിൽ കണ്ടുപിടിച്ചത് ഇലക്ട്രിസിറ്റി. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നിങ്ങൾ ട്രാൻസ്ഫോമർ കണ്ടിട്ടില്ലേ? അവിടെ 11 kV വന്നിട്ട് 415 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്തുവഴിയാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ്. പ്രൈമറി സെക്കൻഡറി തമ്മിൽ കണക്ഷൻ ഇല്ല, കോർ തമ്മിൽ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് സപ്ലൈ 11 kV LT-ലേക്ക് പാസ് ചെയ്യുന്നത്. പ്രൈമറി സെക്കൻഡറി തമ്മിൽ ട്രാൻസ്ഫോമറിന്റെ കണക്ഷൻ ഇല്ല, വലുതാണേലും ചെറുതാണേലും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കും, നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ പോയി നേരിട്ട് പോയി
ചെയ്താലാണ് നിങ്ങളുടെ എനർജി അങ്ങോട്ട് പാസ് ആവുള്ളൂ എന്ന്. അപ്പോൾ ഒരു മനസ്സിൽ നിന്ന് വേറൊരു മനസ്സിലേക്ക് നിങ്ങളുടെ എനർജി മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റും. കിട്ടിയോ? അങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് എത്തുന്നത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വീടെല്ലാം വയർ ചെയ്തു, സപ്ലൈ എടുത്തില്ല എന്ന് സംഭവിക്കും. സപ്ലൈ വഴി കൂടെ പോകുന്നുണ്ട്, പെട്രോൾ ഉണ്ടാവും, എല്ലാം വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. നിങ്ങൾ ഇടയ്ക്ക് സ്വിച്ച് ഓൺ ഓഫ് ആക്കുന്നുണ്ട്, തെളിയുന്നില്ല. എന്നായിരിക്കും കാരണം? കറണ്ട് ഇല്ല. നിങ്ങൾ രാവിലെ നിങ്ങൾ ഏറ്റിട്ടുണ്ട്. പക്ഷെ എന്നാണ്, നിങ്ങൾക്ക് ആ സാധനം പിടിച്ചെടുപ്പിക്കാനുള്ള വോൾട്ടേജ് തീരെ കുറവാണ്. മങ്ങിയ വെളിച്ചം. പണ്ടത്തെ ഫിലമെന്റ് ലൈറ്റ് ഇല്ലേ, ഇന്നൊക്കെ ഇൻവെർട്ടറും സോളാറും LED വന്ന പിന്നെ ആ പ്രശ്നമില്ല. ആ ലൈറ്റിന്റെ ഫിലമെന്റ് മാത്രം ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾ ഏറ്റിട്ടുണ്ട്, വോൾട്ടേജ് ഇല്ല. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്നാ? കറണ്ട് എന്ന് പറഞ്ഞാൽ എന്നാ? വോൾട്ടേജോ? കറണ്ട് ഉണ്ട്, വോൾട്ടേജ് ഇല്ലെന്ന് നമ്മൾ പറയാറില്ലേ? അതിന്റെ അർത്ഥം പവർ കുറവായിരിക്കും. ഉള്ള കറണ്ടിന് പവർ കുറവായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ജീവനുണ്ടല്ലോ എന്തായാലും. നിങ്ങൾക്ക് വോൾട്ടേജ് ഉണ്ടോ? എല്ലാ ദിവസവും വോൾട്ടേജ് ഉണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ എത്ര വോൾട്ടേജ് സിസ്റ്റം, നിങ്ങളുടെ വീട്ടിൽ എത്ര വോൾട്ടേജ് കിട്ടുന്നത്? അത് കുറഞ്ഞു, 150 വോൾട്ടേ വരുന്നുള്ളൂ, അല്ലെ 120 വോൾട്ടേ വരുന്നുള്ളൂ. നിങ്ങളൊരു മോട്ടർ ഓടിക്കാൻ ശ്രമിക്കുക, വേറെ ഒന്നുകൂടെ സംഭവിക്കും. ആ മോട്ടർ ചൂടായിട്ട് അപ്പൊ നിങ്ങൾ എനർജി ഇല്ലാതെ വലിയ ആക്ഷൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? കൂടുതൽ കറണ്ട് എടുക്കും. കൂടുതൽ കറണ്ട് എടുക്കുന്നതുകൊണ്ടാണല്ലോ മോട്ടർ കത്തിപ്പോകുന്നത്. അപ്പോൾ വോൾട്ടേജും കറണ്ടും കൂടെ കൂട്ടുന്നതാണ് പവർ. കിട്ടിയോ? അതിൽ നിന്ന് വോൾട്ടേജ് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? കറണ്ട് കൂടി. അങ്ങനെയാണ് വൈൻഡിങ് കത്തിപ്പോയത്. അപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളെ ഒരു എനർജി ഇല്ലാതെ നിൽക്കുക, നിങ്ങൾക്ക് വലിയൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾ ആ ടാസ്കിലേക്ക് എടുത്തു ചാടി, എന്ത് സംഭവിക്കും? നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ടയർഡ് ആവും. നിങ്ങളും അടുത്ത ആ പ്രശ്നത്തിലാവും. വേറെ മാനസിക രോഗങ്ങൾ ഉണ്ടാവും, ദേഷ്യം വരും, പൊട്ടിത്തെറി ഉണ്ടാവും. മോട്ടോർ പൊട്ടിത്തെറിക്കില്ല ഇങ്ങനെ വൈൻഡിങ് എല്ലാം കത്തി. അതുപോലെ സംഭവിക്കും. അപ്പം രാവിലെ കേൾക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കണം എഴുന്നേക്കേണ്ടത്? എനർജി എപ്പോഴും കീപ്പ് ചെയ്യണം. മൈൻഡ് പവർ പഠിച്ച ഒരാൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എനർജിയാണ്. നിങ്ങളെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കി തരുന്ന എനർജിയാണ്. നിങ്ങൾ ഒരു കാര്യം എനർജി ഉണ്ടായിട്ട് ചെയ്യുന്നതും എനർജി ഇല്ലാതെ ചെയ്യുന്നതും നമ്മൾ വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹെവി ഫുഡ് എടുത്താൽ എനർജി പോകും ഇല്ലേ? അപ്പൊ നമ്മൾ അടുത്തൊരു കാര്യം നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഫുഡ് കറക്റ്റ് മതിയാവുന്ന ഒരു സമയം ഉണ്ടല്ലോ, ഓവറായി പോകാതെ. ഓവറാക്കി നമ്മൾ ടയർഡ് ആവും, പ്രൊഡക്ടിവിറ്റി ഔട്ട് ആവും. നമുക്കൊരു കാര്യത്തിൽ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യേണ്ടത്? എങ്ങനെയാ? എന്തുണ്ടായിരിക്കണം? എനർജറ്റിക് ആയിരിക്കണം. ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്ത് ഒരു ബിസിനസ് ഡീലിൽ പോവുമോ, നിങ്ങൾ ടയർഡ് ആയിട്ട് എന്ത് ചെയ്യരുത്? ലോ വോൾട്ടേജിൽ നിങ്ങൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യരുത് പ്ലീസ്. നിങ്ങൾ വോൾട്ടേജ് കൂട്ടി ശരിയാക്കിയിട്ട് മോട്ടർ ഓൺ ആക്കാവുള്ളൂ, അല്ല നിങ്ങളുടെ സ്വിച്ച് ഓൺ ആക്കാവുള്ളൂ. ഈ സ്വിച്ച് ഓൺ ആക്കുന്ന എന്തിനൊക്കെ ഓൺ ആക്കും? എന്തിനൊക്കെ നിങ്ങൾ ഓൺ ആക്കും? പറ. ഒന്ന് ലൈറ്റിന്റെ, പിന്നെ ഫാൻ ഇടാൻ, മോട്ടർ ഇടാൻ, TV ഓൺ ആക്കാൻ, അങ്ങനെ പല പരിപാടിക്ക് കറണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ആക്കും അല്ലേ? അപ്പൊ നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് പല ആക്ടിവിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാ? നിങ്ങളൊരു ബിസിനസ്സോ കരിയറോ ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്? ഒരു ദിവസം രാവിലെ ഏറ്റവും ബേസിക് കാര്യങ്ങളുണ്ട്. ഓഫീസിലെ കാര്യങ്ങൾ നോക്കണം, അല്ലെ പ്രൊഡക്ഷനിലാണ് അവിടുത്തെ കാര്യം നോക്കണം, ജോലിയിലാണ് ഓഫീസ് ചെയ്യുന്ന നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ പല പല സ്വിച്ചുകൾ നിങ്ങൾ ഇടണം. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ മൈൻഡിന് 200 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് വെച്ചു. നിങ്ങൾ ഓൾറെഡി 100 വാട്ടിന്റെ 2 ബൾബത്തെ കണക്ട് ചെയ്തേക്കുക. അപ്പൊ നിങ്ങൾ ഫുൾ ലോഡയിലാണ് പോണത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ കാര്യം നടക്കണമെങ്കിൽ അഡീഷണൽ ഒരു 200 വാട്ടോടെ കണക്ട് ചെയ്യണം. എന്ത് സംഭവിക്കും? അത്ര എനർജി കൊണ്ട് നിങ്ങൾക്ക് വേണം. എന്തായിരിക്കും സംഭവിക്കുന്നത്? നിങ്ങൾക്ക് 200 തരാനുള്ള ഉള്ളൂ, നിങ്ങൾക്ക് 400 വേണം. പവർ ഇല്ല. 200 കൂടുതലിടുന്ന നിങ്ങൾ കട്ട് ഓഫ് ആയി പോകും. നിങ്ങളുടെ മിക്സിയൊക്കെ ഓഫ് ആയി പോകുന്ന കണ്ടിട്ടില്ലേ ഈ ലോഡ് കൂടിയിട്ട്? നിലവിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് 200 കപ്പാസിറ്റി ഉള്ളെങ്കിൽ നിങ്ങൾക്ക് 400 വേണമെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ 400 വലിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? നിന്നു അല്ലേ? നിങ്ങൾ ടയർഡായി വണുത്ത് വീണു പോകും. അങ്ങനെയാണ് തല പെട്ടെന്ന് ഷോക്കൊക്കെ വന്ന് പോകില്ലേ? താങ്ങാൻ പറ്റാത്തൊരു ആഘാതം വന്നു, പെട്ടെന്ന് തല ഇറങ്ങി വീഴുന്നു, തല ചുറ്റി വീഴുന്നു, മുഴുവൻ പ്രശ്നങ്ങളാകുന്നു അല്ലെ? അതാ മനസ്സിന് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ സംഭവിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടത്, അപ്പൊ നമ്മൾ സാധാരണ ഫിസിക്കലി ചെയ്യുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമുക്ക് പവർ കൂടുതൽ വേണമെങ്കിൽ KCL ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ലോഡ് കപ്പാസിറ്റി കൂട്ടി നമുക്ക് വരാനുള്ള കണ്ടക്ടറിന്റെ സൈസ് കൂട്ടും, വയറിന്റെ സൈസ് കൂട്ടും, അവിടുന്ന് എടുക്കാനുള്ള വയറിന്റെ സൈസ് കൂട്ടി നമ്മുടെ സ്വിച്ചുകളുടെ എല്ലാം സൈസ് കൂട്ടിയിട്ട് അതാണ് ആദ്യം ചെയ്യുന്നത്. അത് ചെയ്തിട്ട് കറണ്ട് പാസ് ചെയ്യും. അത് വലുതാക്കാണ്ട് നിങ്ങൾ ആക്ടിവിറ്റി മൈൻഡ് വലുതാക്കാതെ ആക്ടിവിറ്റി കൂട്ടി എന്ത് സംഭവിക്കും? ഇത് ചൂടാവും, ഹീറ്റ് ആവും. അത് നിങ്ങളുടെ കുഞ്ഞു മൈൻഡാ. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യമോ ഭയങ്കര വലിയ കാര്യമാണ്. ഭയങ്കര കോടികളുടെ സ്വപ്നമൊക്കെ ചെറിയ മനസ്സാണ്, പെട്ടെന്ന് തൊട്ട വാടി പോകും. അപ്പൊ ആ മനസ്സുമായിട്ടിരുന്നാൽ എന്ത് സംഭവിക്കും? നടക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എടുക്കാനുള്ള കപ്പാസിറ്റി ഓരോ സ്വിച്ച് ഇടുമ്പോഴും അങ്ങോട്ട് പോകാനുള്ള എന്ത് ചെയ്യണം? വയറിന്റെ കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കണം. വയറിടയ്ക്ക് ചൂടായി കഴിഞ്ഞാൽ സംഭവിക്കും? ആ കപ്പാസിറ്റി നിങ്ങൾ കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ഈ മൈൻഡ് ബോർ ചെയ്യേണ്ടത്. അപ്പൊ അത് കൂട്ടിയാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പറ്റും. വേറെ എന്ത് സംഭവിക്കും? നിങ്ങളുടെ കപ്പാസിറ്റി കൂടിയല്ലോ. നിങ്ങളുടെ കപ്പാസിറ്റി കൂട്ടിയാൽ പ്രശ്നം തീർന്നു. നിങ്ങളുടെ ജസ്റ്റ് ആസ് ഇലക്ട്രിസിറ്റി ഈസ് പവർഫുൾ ഫോഴ്സ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ദി വേൾഡ് അല്ലെ? ഈ ലോകത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ഇലക്ട്രിസിറ്റിയെ കൊണ്ട് സാധിച്ചു. ഇനിയും നിങ്ങൾ എന്ത് കണ്ടുപിടുത്തം, എന്ത് സാധനം ചിന്തിച്ചോ ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് പറ്റുമോ? എന്ത് പുതിയ കാര്യം ചിന്തിച്ചോ? ആർക്ക് പറയാം? ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക്കൽ എനർജി ഇല്ലാണ്ട് ഒരു കാര്യം പറയാമോ? ഒന്നെങ്കിൽ സോളാർ ആയിരിക്കും, ഇല്ലെങ്കിൽ ജെൻസെറ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ KCB ആയിരിക്കും. ഇലക്ട്രിക്കൽ എനർജി ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾക്ക് പറയാമോ? പറയൂ. ഈ വേൾഡിനെ മൊത്തം അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയത് എല്ലാ ടെക്നോളജി കണ്ടുപിടിച്ചതൊക്കെ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടിയാണ്. ഇലക്ട്രിസിറ്റി വേണ്ടാത്തൊരു കാര്യം പറയാം? നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ നിങ്ങൾ ഒരു അഡീഷണൽ ആക്ടിവിറ്റി ചെയ്യുവാണ്, ഒരു പുതിയ കാര്യം അടുത്ത ലെവലിലേക്ക് അല്ലെ എന്തെങ്കിലും ഒരു ഇന്നോവേഷൻസ് ചെയ്യുക, ഒരു എനർജിയുടെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഇലക്ട്രിസിറ്റി വേൾഡിനെ മാറ്റുമല്ലേ? നമ്മുടെ ഇലക്ട്രിസിറ്റിക്കും നമ്മുടെ ലോകത്തെ മാറ്റാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളൊരു പുതിയ ബിൽഡിംഗ് വെക്കുന്നത്, ഒരു ഫാക്ടറി റൺ ചെയ്യിക്കുന്നതും അതിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്ത് ലാഭം ഉണ്ടാക്കുന്നതും പണം ഉണ്ടാക്കുന്നതൊക്കെ ഏത് വെച്ചിട്ടാ? ഒരു എനർജി വെച്ചിട്ടാ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു എനർജി ഉണ്ടെങ്കിൽ ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഒരു എനർജി ഇല്ലാണ്ട് ഔട്ട്പുട്ട് കിട്ടുന്ന
സാധനം ഉണ്ടോ? ഒരു എനർജി ഉപയോഗിച്ചേ പറ്റുള്ളൂ. അതേ സെയിം എനർജി നമ്മുടെ ഉള്ളിലും ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങൾ മാറ്റിയ പോലെ നമ്മുടെ ലോകവും നമ്മുടെ പുറത്തെ ലോകവും എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അവർ ഓൺ ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ക്യാൻ ട്രാൻസ്ഫോം അവർ ലൈഫ്സ് ആൻഡ് ദി തൗസൻഡ്സ് ഓഫ് ലൈഫ് അറൗണ്ട് us. നമ്മുടെ ചുറ്റിനുള്ള ആളുകളുടെ ലൈഫ് മാറ്റാനും നമുക്ക് പറ്റും. അടുത്തത്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇനി കൂടുതൽ എനർജി നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അവർ മൈൻഡ് ലൈക്ക് പവർ ഹൗസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ആൻഡ് സസ്റ്റെയിൻ ദി എനർജി ആൻഡ് മോട്ടിവേഷൻ വി നീഡ് ടു അച്ചീവ് അവർ ഗോൾ. അതായത് ഇത് പവർ ഹൗസിലെ ടർബൈനാ. ഇവിടെയാണ് വന്ന് വെള്ളം വീഴുന്നത്. വെള്ളം വീണിട്ട് ഈ ടർബൈൻ കറങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് ഉൽപ്പാദിക്കുന്നത്. അത് പവർ ഹൗസ് എന്നാണ് പറഞ്ഞത്. നമ്മൾ മലങ്കരയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഒരു പവർ ഹൗസിനൊരു എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ മനസ്സിനും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ വിജയിപ്പിക്കുന്നതിനുള്ള എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഈ ടർബൈനിൽ എങ്ങനെയാ, എന്തുകൊണ്ടാണ് പവർ ഉണ്ടായത്? വെള്ളം വീണുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എനർജി ഉണ്ടാണ് എന്തൊക്കെ ചെയ്യണം? ഒന്ന്, നമ്മൾ മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടാൻ, എനർജി കൂട്ടാൻ വൈകുന്നേരം മെഡിറ്റേഷൻ ചെയ്യണം. മൈൻഡ് ഫിറ്റ് ആയിട്ടിരിക്കാൻ രാവിലെ മെഡിറ്റേഷൻ ചെയ്യണം. പിന്നെ വർക്കൗട്ട് എക്സസൈസ് ചെയ്യണം എന്നറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച്. വർക്കൗട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ഇമോഷൻ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആക്കണം. അപ്പൊ നമ്മൾ പവർ ഹൗസ് ആവും. ഈ പവർ ഹൗസിന്റെ ഗുണം എന്നാ? ഈ പവർ ഹൗസ് വർക്കിംഗ് അല്ലെങ്കിലത്തെ അവസ്ഥ എന്നാ? ലോകം മൊത്തത്തിൽ അതുപോലെ നിങ്ങൾക്ക് പവർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് നടക്കേണ്ട കാര്യങ്ങളുടെ അവസ്ഥ ഇതാ. ചിന്തിച്ചോ, ഒരു പവർ ഹൗസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഏരിയയിലുള്ള ട്രാൻസ്ഫോമർ ഓഫ് ചെയ്താൽ മൊത്തത്തിൽ ഇരുട്ടിലായി പോകുന്ന പോലെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അടച്ച് ചുമ്മാതിരുന്നാൽ നിങ്ങൾക്ക് നടക്കേണ്ട കാര്യം എന്തായി പോകും? അവിടെ നിൽക്കും. അപ്പം ഈ കാര്യങ്ങൾ പലപ്പോഴും മൂഡാണല്ലോ ചെയ്യിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം മൂഡ് വരും, അന്ന് വേറെ എന്തെങ്കിലും വിഷയം കാണും, വേറെ എന്തെങ്കിലും കാര്യമായിട്ട് പോവും അല്ലെ? പഴയ ആഴ്ചയിൽ ഒരു ദിവസം വരുള്ളൂ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ മൈൻഡ് ബോർ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ആ ആഴ്ചയിൽ ഒരിക്കൽ കിട്ടിയ മൂഡുണ്ടല്ലോ, അതെല്ലാ ദിവസവും നമുക്ക് കിട്ടിക്കാന്നുള്ളതാണ്. അതെല്ലാ ദിവസവും ചെയ്യുന്നു. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വന്നല്ലേ അത് നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതിനുള്ള സീക്രട്ട് പറഞ്ഞു തന്നു. ഇനി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം പുറകെ വരുന്നു. നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു സോളാർ പാനൽ പോലെയാണ്. എന്താണ് അബ്സോർവ് ചെയ്യുന്നത്? സൂര്യപ്രകാശം അബ്സോർവ് ചെയ്തിട്ട് എന്ത് തരും? മറ്റേ ഒരു എനർജിയെ കൺവേർട്ട് ചെയ്ത് മറ്റൊരു എനർജി ആക്കും. അപ്പൊ നിങ്ങൾ ചുറ്റുപാടിൽ നിന്നും പോസിറ്റീവ്, മറ്റുള്ളവരിൽ നിന്ന് പോസിറ്റീവ് കാര്യങ്ങൾ കാണുകയും കേൾക്കുന്നതിലൂടെ നിങ്ങളും ഒരു എനർജി അബ്സോർവ് ചെയ്യുക. അത് അബ്സോർവ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ചുറ്റുപാടിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നിങ്ങൾ ആകർഷിക്കുക. അതിനെ ഏത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം? പോസിറ്റീവ് എടുത്താൽ നിങ്ങൾ ചിന്തിക്കുന്ന എന്ത് നടക്കുന്ന രീതിയിലേക്കായി മാറും. സോളാറിന്റെ പ്രത്യേകത എന്നാ? ഈ എനർജി പാനലിൽ പ്രൊഡ്യൂസ് ആയി അവിടെ വെച്ചോണ്ടിരിക്കുവോ, പെട്ടെന്ന് ബാറ്ററി സ്റ്റോർ ചെയ്യും, പിന്നെ നമ്മുടെ ലൈനിലേക്ക് കൊടുക്കും. ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഉണ്ട്. അതിന്റെ ഓഫ് ഗ്രിഡ് ആണ് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഓൺ ഗ്രിഡ് നേരെ ലൈനിലേക്ക് പോകും. അപ്പൊ കറണ്ട് ബില്ല് കുറയുന്ന ഒരു സംഭവം. ഇത് നിങ്ങൾ ആലോചിച്ചേ, നിങ്ങൾ കണ്ടിന്യൂസ് പോസിറ്റീവ് തന്നെ നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. എന്ത് സംഭവിക്കും നിങ്ങളുടെ ലൈഫിന്? അല്ല, അതിന്റെ ഒരു ഔട്ട്പുട്ട് വന്നല്ലോ, റിസൾട്ട് കൂടും. റിസൾട്ട് കൂടുതലായിരിക്കും, റിസൾട്ട് ഓട്ടോമാറ്റിക് വരും. നിങ്ങൾ പിന്നെ മോട്ടിവേഷൻ ഒന്നും വേണ്ട, നിങ്ങൾക്ക് വിശ്വാസം വേണ്ട, ഫോക്കസ് വേണ്ട, ഇതൊന്നും വേണ്ടാത്ത അവസ്ഥ നിൽക്കും. അതാണ് പ്രവീൺ സാർ രാവിലെ പറഞ്ഞില്ലേ, ഒന്നും ചെയ്യാതെ അവരുടെ സർക്കിൾ വേറെയാ, പോസിറ്റീവ് സർക്കിളാണ്. ചുറ്റുപാടുന്ന് കിട്ടുന്നത് പോസിറ്റീവ് എനർജി മാത്രമാണ് കിട്ടുന്നത്. അപ്പൊ അത് ഉള്ളിൽ നിങ്ങൾ വെറുതെ പോസിറ്റീവ് അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുക. നെഗറ്റീവ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകരുത്. ഇനി നേരെ തിരിച്ച് രാത്രി ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സോളാർ ഇല്ല. കാരണം എന്താ? ഇൻപുട്ട് തീർന്നു, പോസിറ്റീവ് ഇല്ല. ഔട്ട്പുട്ട് ഉണ്ടോ? ഔട്ട്പുട്ട് ഇല്ല. കാര്യം നടക്കണമെങ്കിൽ എന്ത് ചെയ്യും? KICBന്ന് വീണ്ടും എടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ഇല്ലെങ്കിലത്തെ അവസ്ഥ അതാണ്. വേറൊരാളെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ. പകല് നിങ്ങൾ സോളാർ ഉപയോഗിച്ച് നന്നായിട്ട് നിങ്ങൾ വൈദ്യുതി ഉപയോഗിച്ചു, രാത്രി ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബില്ല് കൂടുതൽ വരും. വേറൊരാളെ നിങ്ങളുടെ സോളാറിൽ നടന്ന കാര്യങ്ങൾ നടക്കാൻ നിങ്ങൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു, വേറെ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ നിങ്ങൾക്ക് പവർ ഇല്ലെങ്കിൽ, നിങ്ങൾ പവർ അബ്സോർവ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വേറൊരാളുടെ തീരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് പവർ ഇല്ലെങ്കിലാണ് നിങ്ങൾ വേറൊരാളുടെ തീരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു, തീരുമാനം വേണം. വഴക്കുണ്ടാക്കാനല്ല, പ്രശ്നം ഉണ്ടാക്കാനല്ല. ഇന്ന് പോയി എനിക്ക് തീരുമാനം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയേക്കരുത് പ്ലീസ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ തീരുമാനം നിങ്ങൾ എടുത്തോ. നിങ്ങളുടെ ഇൻഡയറക്റ്റ് ആയിട്ട് രീതിയിൽ നമുക്ക് നടപ്പിലാക്കാം. ഈ ഡിസിഷനൊക്കെ തന്ത്രപരമായിട്ടൊക്കെ നടപ്പിലാക്കാം കേട്ടോ. നിങ്ങളുടെ തീരുമാനം വേറൊരാളുടെ തീരുമാനമാക്കി മാറ്റിയാൽ മതി. എന്നിട്ട് പറയാ ഈ കാര്യമല്ലേ ഉദ്ദേശിച്ചെന്ന് ചോദിക്കാം. അയാൾക്കൊന്നുമില്ല, അയാൾ പറഞ്ഞതെന്ന് അക്സെപ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അങ്ങനെ നിങ്ങളുടെ തീരുമാനം വേറൊരാളോട് നടപ്പിലാക്കാം. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തീരുമാനമൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ സോളാർ പാനലിന്റെ കാര്യം ഓർക്കും. ആദ്യം ഏതാ ഓർക്കണ്ടേ? നിങ്ങൾ ആദ്യം ടർബൈൻ. എപ്പോഴും കറണ്ട് പോയെങ്കിൽ ടർബൈൻ ഓഫായി, അല്ലെങ്കിൽ അവിടുത്തെ ഇത് പോയി. നേരത്തെ ചിന്തിക്കില്ലായിരുന്നു, ഇനി ചിന്തിക്കും അല്ലേ? തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് അയ്യോ എന്റെ സോളാർ കട്ടായല്ലോ, എനിക്ക് എനർജി കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? എനർജി പെട്ടെന്ന് അബ്സോർവ് ചെയ്തു. മറ്റ് സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് നെഗറ്റിവിറ്റി എടുക്കുന്നത് അങ്ങ് നിർത്തി. കാരണം ഒരാൾ നിങ്ങളെ തുടർച്ചയായിട്ട് വിളിച്ച് വെറുതെ കുറെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യത്തെ 2 ദിവസം കേട്ടോ ഭയങ്കര ത്രില്ല്. 3-4 ദിവസമായപ്പോൾ നിങ്ങൾക്ക് ഒരു മടുപ്പ്. വീണ്ടും എപ്പോഴും വിളിച്ചിട്ട് നിങ്ങൾക്ക് നല്ല കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റുന്നില്ല. ചുറ്റുപാടും കാണുന്ന എല്ലാം ഇരുട്ട്, എല്ലാം നെഗറ്റീവ് പ്രശ്നമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇതിന് ഇൻപുട്ട് ഇതായതുകൊണ്ടാണ് രാത്രി സമയമാണ്, പ്രൊഡക്ഷൻ
ഇല്ല. ഇതാണ് വിഷയം. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് പിന്നെ തിരിച്ച് പോസിറ്റീവ് ആണെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ. അല്ല, ആ നെഗറ്റീവ് കട്ടാക്കുക, നെഗറ്റീവ് കൊണ്ട് ബ്രേക്ക് ചെയ്തു, പ്രകാശം അബ്സോർവ് ചെയ്യുക, ഡിവൈൻ ഹീൽ എനർജി അബ്സോർവ് ചെയ്യുക, മെഡിറ്റേഷൻ ഇരുന്നിട്ട് പോസിറ്റിവിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? അബ്സോർവ് ചെയ്യണം. പോസിറ്റിവിറ്റി അബ്സോർവ് ചെയ്യണമെങ്കിൽ തടസ്സം എന്നാ? ഞാൻ പറയാം, ഈ സോളാർ പാനലിന്റെ ഇടയ്ക്ക് ഒരു ബ്ലാക്ക് ഷീറ്റ് ഇടുവാണെങ്കിൽ എന്നാ സംഭവിക്കും? സൂര്യപ്രകാശത്തിന്റെ സോളാർ പാനലിന്റെ ഇടയ്ക്ക് ഒരു ബ്ലാക്ക് ഷീറ്റ് ഇടുവാണെങ്കിൽ സംഭവിക്കും. നമ്മുടെ ബ്ലാക്ക് ഷീറ്റ് ഏതൊക്കെയാ? റിവഞ്ച്, ദേഷ്യം, ആങ്സൈറ്റി, ഇതൊക്കെയാണ് നമ്മുടെ ബ്ലാക്ക് ഷീറ്റ്. ഈ ബ്ലാക്ക് ഷീറ്റ് വേണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അടുത്ത് നമ്മുടെ മനസ്സൊരു ട്രാൻസ്ഫോമർ പോലെയാണ്. ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത ട്രാൻസ്ഫോം ചെയ്യുക, ഏബിൾ ടു ട്രാൻസ്ഫോം അവർ ഓൺ തോട്ട്സ് ആൻഡ് ബിലീഫ് അലൈൻ വിത്ത് അവർ ഗോൾ ആൻഡ് വാല്യൂ. അതായത് ഈ നമ്മുടെ ഒരു കാര്യം നടപ്പിലാകണമെങ്കിൽ ഈ തീർ വെച്ച് എന്താ വേണ്ടേ? നിങ്ങൾക്ക് ഒരു കാര്യം സംഭവിക്കണം. രാവിലെ പറഞ്ഞായിരുന്നു, നിങ്ങളൊരു ഗോൾ എഴുതി വെച്ചിട്ടില്ലേ? ആ കാര്യം നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? തലവേദന നാടൻ ഭാഷയിൽ. നമ്മൾ ടെക്നിക്കലിലേക്ക് വരുമ്പോൾ ആ ഗോളിന് ആനുപാതികമായിട്ടുള്ള ഗോളിനെ കുറിച്ച് ചിന്തിക്കണം. നിങ്ങളുടെ ലക്ഷ്യവും ചിന്തയും ഒന്നായിരിക്കണം. എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകണം, എന്റെ ചിന്ത മറ്റേതാ? റിവഞ്ച് ആണെങ്കിൽ പോയി. ലക്ഷ്യം ഏതാ? അടുത്ത ലെവല്. ചിന്ത ഏതാ? റിവഞ്ച്. ലക്ഷ്യം ബിസിനസ് സക്സസ്. ചിന്ത ഏതാ? ദേഷ്യം. ഇമോഷൻ ഏതാ? ദേഷ്യം. എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകണം. ചിന്ത ഏതാ? ഗോളും ഇതുമായിട്ട് അലൈൻ ചെയ്ത തോട്ട്സ് വരണം. അപ്പൊ അതിലേക്ക് എന്നാലാണ് അതിലേക്ക് പോവുള്ളൂ. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ സബ്കോൺഷ്യസ് മൈൻഡിൽ ലിവറേജ് കിട്ടുള്ളൂ. അപ്പൊ ഒരു കാര്യം നടക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായും 3 കാര്യങ്ങളിൽ നിന്ന് ഇതുപോലത്തെ 30 കാര്യങ്ങളുണ്ട്. ആദ്യത്തെ 1-2 കാര്യങ്ങൾ ഏതൊക്കെയാ? ഒന്ന്, ആദ്യം നിങ്ങൾ വിശ്വസിക്കുക, ഇലക്ട്രിസിറ്റി ലോകത്തെ വേൾഡ് മാറ്റിയ പോലെ നിങ്ങളുടെ ശക്തിക്കും നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ കരിയറിലും മാറ്റം വരുത്താൻ സാധിക്കും. നിങ്ങളുടെ മൈൻഡിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ എനർജി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ എനർജി നേരെ ട്രാൻസ്ഫോമറിലേക്കല്ലേ വരുന്നേ, അവിടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വിടാൻ പറ്റും. ഇതിന്റെ ഇടയ്ക്ക് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു കറുത്ത ഷീറ്റ് ഇടരുത്. ഇതിനെ അബ്സോർവ് ചെയ്യാൻ സമ്മതിക്കണം. അതിന് വെറുതെ പോസിറ്റീവ് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന മറ്റേ ആള് പറഞ്ഞ പോലെ ഒന്നും ചെയ്യാണ്ട് നിങ്ങൾക്ക് റിസൾട്ട് വന്നുകൊണ്ടിരിക്കും. നെഗറ്റീവ് എടുക്കാതിരുന്നാൽ മതി. ആ നെഗറ്റീവ് ഇൻപുട്ട് എവിടുന്ന വന്നെന്ന് നോക്കണം. കിട്ടിയോ? അതാ നിങ്ങളും തിരിച്ചറിയണം. എന്റെ ലൈഫ് മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ എന്നാ ഉള്ളത്? ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്നോ നെഗറ്റീവ് ഇൻപുട്ട് കിട്ടുന്നുണ്ട്, 2 പോസിറ്റീവ് നിങ്ങളിലേക്ക് കയറുന്നില്ല. ഇതിലേതാ? ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് റിസൾട്ട് ഇല്ല, ഞാൻ ചെയ്ത ബിസിനസ് പരാജയമാണ്, അല്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല. അപ്പൊ അതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്നേതാ? വോൾട്ടേ ഇല്ല, എനർജി അബ്സോർവേഷൻ നടക്കുന്നില്ല, എവിടുന്നോ നെഗറ്റീവ് കമാൻഡ് കിട്ടുന്നുണ്ട് നമ്മൾ അറിയാതെ. അതൊന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പോസിറ്റീവ് ആക്കണം.